ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു Q&A വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഞാനൊരു 1 മന്ത് 2 മന്ത് ബിഫോർ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ആയിട്ട് ഇട്ടായിരുന്നു Q&A പറഞ്ഞിട്ട്. അപ്പോൾ അതിന് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല ഇങ്ങനെ പിന്നെ വീഡിയോ ഇടാൻ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ ഇന്നലെ മുതൽ വീഡിയോ ഇട്ട് തുടങ്ങിയല്ലോ യൂട്യൂബിൽ. അപ്പം ഞാൻ അധികം വേർപ്പ് ചെയ്യുന്നില്ല, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെയുള്ള റിയാലിറ്റി കോണ്ടൻറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? സംഭവം മീൻസ് ഞാൻ സത്യം പറയട്ടെ, എനിക്കിങ്ങനെ റിയാലിറ്റി കോണ്ടൻറ്റ് കിട്ടുന്നത് സത്യം പറഞ്ഞിട്ടെ എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്, എൻ്റെ ഉമ്മയുടെ അടുത്ത് നിന്ന്. കാരണം ഞാനും എൻ്റെ ഉമ്മയും ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ തന്നെ അതൊരു കോണ്ടൻ്റ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള, ഞാൻ ഇതിൽ ഷോർട്സ് ആയിട്ടും കുറേ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാണാത്തവരുണ്ടോ ഒന്ന് പോയി നോക്കിക്കോ. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഉമ്മയും തമ്മിലുള്ള നടന്ന സംഭവങ്ങളൊക്കെ ഞാനൊന്ന് പൊടി തട്ടിയെടുത്ത് അങ്ങനെയാണ് ഞാനൊരു കോണ്ടൻ്റാക്കി വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്, അല്ലാണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് ഞാൻ വേറെ തന്നെ ഒരു സ്കിറ്റോ കാര്യമോ അങ്ങനെയൊന്നും എടുത്തിട്ടൊന്നുമല്ല. പിന്നെ ചിലതിൽ ഞാൻ ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നേരത്തെ മുൻകൂട്ടി ഒന്നും സെറ്റാക്കിയൊന്നും വെച്ചിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ അത് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് പെട്ടെന്ന് കിട്ടുന്നതാണോ അതോ നിങ്ങളുടെ സ്കിറ്റ് റെഡിയാക്കിയിട്ട് ചെയ്യുന്നതാണോ എന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഞാനിങ്ങനെ ആ സ്കിറ്റ് നേരത്തെ മുന്നേ ശരിയായി ഇങ്ങനെ എഴുതിയെടുത്തിട്ടൊന്നും ചെയ്യുന്നതല്ല. പിന്നെ ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം എനിക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചങ്ങ് പറയുന്നതാണ്. അല്ലാതെ ഞാൻ ഒരു സ്കിറ്റോ കാര്യമോ ഒന്നും റെഡിയാക്കിയിട്ട് എഴുതി വെച്ചിട്ടൊന്നും അത് നോക്കി ഡയലോഗ് എടുക്കുന്നതല്ല. ഞാൻ പറയുന്ന എൻ്റെ വീഡിയോയിലുള്ള എല്ലാ ഡയലോഗും, മൊത്തം എല്ലാ ഡയലോഗ്സും ഞാൻ ഇന്ന് വരെ ഇട്ട ഏതൊക്കെ വീഡിയോസ് ഉണ്ടോ അതൊക്കെ അതിലുള്ള ഡയലോഗൊക്കെ ഞാൻ ക്യാമറ ഓണാക്കി ആ സ്പോട്ടിൽ എൻ്റെ വായിൽ എന്താണോ എനിക്ക് തോന്നുന്നത് അതെടുത്ത് ഞാനങ്ങ് ആകുന്നത് സംഭവം. അപ്പോൾ അല്ലാണ്ട് മുൻകൂട്ടി യാതൊരു പ്ലാനോ കാര്യമോ അങ്ങനത്തെ ഒന്നുമില്ല. പ്ലാനെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എന്താണ് ആ ഒരു ടോപ്പിക്ക് മാത്രം പ്ലാൻ ഇടും. അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കും. അങ്ങനത്തെ ആ ഒരു ടോപ്പിക്ക് വന്നാൽ എന്താ സംഭവം ഉണ്ടാവുക അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ അതൊക്കെ ചിന്തിച്ചതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും. ഇനി അടുത്തത്, പക്ഷേ ഫുൾ ടൈം മൈൻഡിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാ വെച്ചാൽ നാളെ എന്താ ഇടുക എന്നുള്ള ആ ഒരു സംഭവം അതുണ്ടാവും. അത് പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു ടെൻഷനും കാര്യമൊക്കെ നാളെ എന്തിടും എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അതൊരു കോണ്ടൻറ് ക്രിയേറ്റർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. വീഡിയോ ശരിക്കുള്ള നിങ്ങളുടെ ഉമ്മ വീഡിയോയിലുള്ള ഉമ്മാനെ പോലെയാണോ ക്യാരക്ടർ? സംഭവം നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? എൻ്റെ ഉമ്മ ഒരു പാവമാണ്. ഒരു പൊട്ടത്തി ഉമ്മയാണ് എൻ്റെത്, സത്യമായിട്ടും. ഓക്കെ, അപ്പോൾ അത് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. വീഡിയോയിൽ കാണുന്ന ഉമ്മ ഇയാളുടെ ശരിക്കുള്ള ഉമ്മയാണോ? ഞാനത് കുറേ വട്ടം കുറേ വീഡിയോനായിട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്നത് ശരിക്കുള്ള ഉമ്മയല്ല, എല്ലാം ഞാൻ തന്നെയാണ്. ചില ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മനസ്സിലാകാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ എൻ്റെ ID തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റീല്. അടുത്ത ക്വസ്റ്റ്യനാണ് ഏറെ കോമഡി. നിങ്ങൾ AI ആണോ? ഇതിനെ ഇതാക്കിയിട്ടേ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നല്ല ക്ലാരിറ്റി തന്നെ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവാത്ത, ഞാൻ AIയോ ഒന്നുമല്ല, ജസ്റ്റ് ഫേസൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മയുടെ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾഡായിട്ടുള്ള ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ബേബിയായി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേബി ഫേസിൻ്റെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നു. അല്ലാതെ ഈ അല്ല കേട്ടോ, പാവം ഞാൻ. ഇനി അടുത്തത് അബൌട്ട് ഫാമിലിയെ പറ്റി പറയൂ. എൻ്റെ ഫാമിലി എന്ന് പറയാൻ എനിക്ക് വലിയ ഫാമിലി ഒന്നും, നീണ്ട് നിവർന്ന് കിടക്കുന്ന ഫാമിലി ഒന്നുമല്ല എൻ്റെത്. എൻ്റെ ഫാമിലി എന്ന് പറയാൻ എനിക്കാകെ എൻ്റെ ഉമ്മ, ഞാൻ, എൻ്റെ ഹസ്ബൻഡ്,
പിന്നെ എനിക്ക് കുറേ പെറ്റ്സ് ഉണ്ട്, ഞാൻ അവരെയൊക്കെ എൻ്റെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അവരും വേറെ ആരുമില്ല, എനിക്ക് ഫാമിലി ആയിട്ടേ ഇവരേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലീൻ്റെ ആ ഒരു ഇതിലല്ലേ വരിക. പക്ഷേ അടുത്തത് ഉപ്പ എവിടെയോ ഉപ്പാനെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. സംഭവം ഫാമിലിയിൽ ഉപ്പാനെ പറയാൻ സംഭവം ഈ ഉപ്പാനെ പറ്റി കേട്ടാൽ ഞാൻ അപ്പാടെ അവിടെ അങ്ങ് ഇങ്ങനെ പോകും. ഞാൻ മദ്രസയിൽ 2nd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എൻ്റെ ഉപ്പ മരിച്ചു പോയതാണ്. അതിനുശേഷം ഉപ്പ ഇല്ലാത്ത സങ്കടം ഞാൻ അറിഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ സ്കൂളിലൊക്കെ പഠിച്ചു തരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ സ്കൂളിൽ പഠിച്ച് ഓരോരോ ക്ലാസ് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും ഫ്രണ്ട്സിൻ്റെ ഇടയിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ വർത്താനം വരും ഉപ്പയുടെ പേരിലും. അവരുപ്പാനെ കൊണ്ട് പറയുമ്പോൾ നമുക്കൊന്നും പറയാനുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഉപ്പൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളും മുട്ടായി അങ്ങനത്തെയൊക്കെ കൊടുക്കുമ്പോൾ ഒക്കെ നമുക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് പറയാൻ കഥകളുണ്ടാവില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാൻ്റെ ആ ഒരു സംഭവം വരുമ്പോൾ ഞാൻ ഒന്നങ്ങ് ഇതായിപ്പോവും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പാനെ പറ്റി ഞാൻ പറയാത്തത്. ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെയൊക്കെ നിങ്ങളുടെ ഉപ്പ ഉമ്മ ഉള്ള സമയത്ത് അവരൊക്കെ ഒരുപാടങ്ങ് സ്നേഹിച്ചോ, അവിടെ അടുത്ത് തന്നെ നിന്നോ. അവരെ ഇല്ലാണ്ടായാൽ പറ്റത്തില്ല പിന്നെ ഒന്നിനും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഉപ്പാന്ന് നീട്ടി വിളിക്കാനുള്ള ഒരു സമയം പോലും എനിക്ക് എൻ്റെ ഉപ്പ തന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും, അല്ലെങ്കിൽ സീനാണ്. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീഡിയോയിൽ കാണുന്ന ഉമ്മ ഇയാളുടെ ശരിക്കുള്ള ഉമ്മയാണോ? ഇതിപ്പോൾ എത്രാമത്തെ വട്ടമാണ് എനിക്ക് വരുന്നത് അറിയോ? ഇതൊരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, 1-2 ആൾക്കാരല്ല. എനിക്ക് തോന്നുന്നു ഇതിൽ Q&Aയിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാരിൽ ഒരുപാട് ഈ ക്വസ്റ്റ്യൻ തന്നെയാണുള്ളത്, വീഡിയോയിൽ കാണുന്ന ഉമ്മ ശരിക്കുള്ള ഉമ്മയാണോ എന്ന്. പക്ഷേ എല്ലാം ഞാനത് ഒരുപാട് വട്ടം പറഞ്ഞു. ഇനി ആരും ചോദിക്കല്ലേ. ചില ആൾക്കാരുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് കോമഡി ആവുക. ചില ആൾ പറയും ഉമ്മാക്കും മൂക്കും ഒരേ പല്ല, സൂക്ഷിച്ച് നോക്കിയത് എനിക്ക് മാത്രമേ ഈ പല്ലുള്ളൂ, എന്താ പറയുക, എനിക്ക് മാത്രമേ ഗ്യാപ്പുള്ളൂ, ആ വീഡിയോയിൽ മൊത്തം ഉള്ളത് ഞാനാണ്. ചില ആൾക്കാർക്ക് കമൻറ്റിലുണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ പല്ലാണ് പറഞ്ഞിട്ട്. അപ്പോൾ ആ പല്ലുള്ളത് അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ഞാനാന്ന് ആരും മനസ്സിലാക്കുക പോലും ഇല്ലായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പം എൻ്റെ പല്ല് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, എൻ്റെ പല്ലാണ് മനസ്സിലാകുന്നില്ല. വീഡിയോയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും പല്ലിങ്ങനെ ഗ്യാപ്പുണ്ട്, അപ്പോൾ എനിക്കും ഗ്യാപ്പുണ്ട്, അപ്പോൾ അത് ഞാനാണെന്നുള്ള എനിക്ക് വേറെ തെളിവ് വേണോ? വേണ്ടല്ലോ. എല്ലാ വീഡിയോയിലുള്ള ഒക്കെ ഞാനാണ്, മൊത്തം എല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ വീഡിയോയിൽ വരുന്ന ഇഷ്ടമല്ല. അതിന് ഇഷ്ടമില്ലാത്ത റീസൺ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അത് കോമഡിയാണ്. എൻ്റെ ഉമ്മാക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ റീസൺ, എൻ്റെ ഉമ്മാൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ ഞാൻ ഇട്ടായിരുന്നേ. അപ്പോൾ ആ ബർത്ത്ഡേ വീഡിയോ ഇട്ടതിൻ്റെ അന്ന് മുതൽ എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് വായിക്കാടൊക്കെ പറയാൻ തുടങ്ങി, ഉമ്മയുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ. പാവം. അപ്പോൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നു ഉമ്മക്ക് ഭയങ്കര ടെൻഷനാവുന്നത്. ഇതെന്താ ഉമ്മ എന്തോ വേറെന്തോ വലിയ തെറ്റായിട്ട് ചെയ്ത പോലെയാണ് എല്ലാവരും ഉമ്മാനോട് സംസാരിച്ച്. എന്നിട്ട് ഞാൻ ഉമ്മക്ക് നല്ല ഇടങ്ങാറായി, ഉമ്മാൻ്റെ മൈൻഡൊക്കെ അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. എന്നിട്ട് എന്നോട് ഉമ്മ ഇങ്ങനെ ചോദിച്ചു, എന്തിനാ ഇഞ്ഞിട്ടത്, പിന്നെ എന്നെ പറയിപ്പിക്കാനാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. കാരണം ഉമ്മാനെ അത്രക്കും മെൻ്റലി അവരങ്ങ് തളർത്തും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ റിലേറ്റീവ്സിൻ്റെ ലിസ്റ്റിൽ. ഇങ്ങനത്തെ ആൾക്കാരൊന്നും റിലേറ്റീവ്സായിട്ട് കൂട്ടാൻ പറ്റുമോ? ഇനി നിങ്ങളോടൊക്കെയാണ് പറയാനുള്ളത്, റിലേറ്റീവ്സായ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊന്നും വേറൊരു പണിയുമില്ലേ, സ്വന്തം കാര്യം നോക്കിയാണെന്നാൽ പോരെ. എന്തിനാ എൻ്റെ ഉമ്മയുടെ ഇതിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുത്തി കൊടുത്ത് ഉമ്മാനെ വിഷമിപ്പിക്കുന്നത്? പക്ഷേ അവരൊന്നും പേടിച്ചിട്ടോ എടുത്തിട്ടൊന്നും ഞാൻ ഉമ്മാനെ വീഡിയോയിൽ കൊണ്ടുവരാണ്ടൊന്നും നിൽക്കൂല. ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഉമ്മാനെയും ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഉമ്മയുടെ സമ്മതം ചോദിച്ചിട്ട്, ഉമ്മാക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കൊണ്ടുവരും. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉമ്മാനെ കാണാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനെന്താക്കും, കൊണ്ടുവരും ഒരു ദിവസം.
അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ലവ് മാരേജ് ആണോ? ഞങ്ങളുടെ മാരേജ് സ്റ്റോറി ഒരു കോമഡി സ്റ്റോറി, ചിരിച്ച് വീഴാനുള്ളുണ്ട്. സംഭവം സത്യം അറിയോ, ലവ് മാരേജ് ആണോ? അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഇടാം. ഓക്കെ, അത് അവനെയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ എന്താക്കാം, പാർട്ടായിട്ട് ഇടാം. കാരണം അല്ലാണ്ട് നല്ല ഒരുപാട് ലെങ്ത്ത് വരും വീഡിയോ. അപ്പോൾ ബാക്കി ഞാൻ ഇടാം കേട്ടോ, പാർട്ടായിട്ട് ഇടാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.